ഇന്ന് നമ്മുടെ 4ാം ദിവസമാണ് ജർമ്മനിയിൽ. ഇന്ന് നമ്മൾ ഇവിടെ നിന്നൊരു 2 മണിക്കൂറത്തെ ഡ്രൈവിൽ വേറൊരു ടൗൺ വരെ പോവുകയാണ്. കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു ജർമ്മൻ പേരാണത്. ഞാൻ ഓൺ ദ വേ പറയാം. ഒരു കോഫിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. കോഫി ക്രോസൻ്റ് എല്ലാം വാങ്ങിയില്ലേ? ഓക്കെ, നമുക്കെന്നാൽ വിടാം. നല്ല തിരക്ക്. പക്ഷെ കാലാവസ്ഥയുടെ ഞാൻ ഫസ്റ്റ് ടൈം ആടാ യൂറോപ്പിൽ വന്നിട്ട് ഇതുപോലെ സാധാരണ ഹാഫ് സ്ലീവ് ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് നടക്കുന്നത്. തണുപ്പുണ്ട്, ചെറിയൊരു സ്ലൈറ്റ് തണുപ്പ്. ഒരു തണലത്ത് വെയിലാണേലും നമുക്കൊരു ചെറിയ സ്ലൈറ്റ് തണുപ്പുണ്ട്. എത്ര ചൂടെന്ന് പറഞ്ഞാലും ഒരു തണുപ്പുണ്ട്. ആ, നമുക്ക് ഫീൽ ചെയ്യും. നൈസാ, നിനക്ക് ചൂടായി. അപ്പോൾ നമ്മൾ ചായയൊക്കെ വാങ്ങി നേരെ പോവാണ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ വൈൻ ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലോട്ട് കയറുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ടണൽ കിട്ടും. നമ്മളിപ്പോൾ ആ ടണലിൽ കൂടെയാണ് പോകുന്നത്. ഇതൊരു ചെറിയ ടണലാണ്, ഹാർഡ്ലി ഒരു 400 മീറ്റർ ഉള്ളൂ ഈ ടണലിൻ്റെ വലിപ്പം. ഇപ്പോൾ നമ്മളങ്ങനെ സ്പൈഷിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഫൈസിനെയാണ്. ഫൈസ് ചക്കുവിൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. ഇപ്പം ഇൻറ്റേൺഷിപ്പിന് വേണ്ടി നേരെ ഇവിടെ സ്പൈഷിങ്ങിന് വന്നതാണ്. പുള്ളിയാണ് ഇപ്പോൾ സ്പൈഷിങ്ങിലോട്ട് മാറിയത്. നമ്മളിപ്പോൾ അവനെ കാണാനും അവനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് തിരിച്ചു വരാനുമാണ് ഇപ്പോൾ പോകുന്നത്. കാര്യം സ്പൈഷിങ്കൻ നമ്മൾ പോകാത്തൊരു റൂട്ടുമാണ്. അപ്പം ആ ഭാഗങ്ങളൊക്കെ കാണുകയും ചെയ്യാം. മനോഹരമായ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അവൻ അപ്പോൾ അവിടെ ഉള്ളപ്പോൾ അവൻ പറഞ്ഞു വളരെ രസമുള്ളൊരു സ്ഥലമാണ്, ഇവിടെ ഒന്ന് കാണേണ്ടതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ഇപ്പം വിടുവാണ്. ഒരു 1.5 hour ജേണി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സ്പൈഷിങ്ങൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര കട്ടിയുള്ള വാക്കുകളാണ് ഈ ജർമ്മൻ സ്ഥലങ്ങളുടെയൊക്കെ പേര് വായിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പറയുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമായി പ്രയത്നിക്കേണ്ട സംഭവങ്ങളാണ്. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ നമ്മളുടെ ഒരു 1.5 മണിക്കൂറത്തെ ഡ്രൈവിൽ അവിടെ എത്താം. പിന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ജർമ്മനിയിൽ. കാര്യം 100 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ഇപ്പോൾ കണ്ട ക്യാമറ പോലെ അതൊരു 40 കാണും. അപ്പം ജനവാസ മേഖലയൊക്കെ വരുമ്പോൾ 30 ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. ഈ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ്. അടുത്തൊരു 3 മാസം കഴിയുമ്പോൾ ഇവിടെ എല്ലാം ആപ്പിളായിരിക്കും. ഇപ്പം ചെറിയയുടെ സീസണാണ്. ചെറിയയുടെ പഴം എല്ലായിടത്തും നമുക്ക് കിട്ടും. സ്ട്രോബെറി ഇതൊത്തിരി ഉണ്ട്. ഇഷ്ടംപോലെ വിൻബിൽ നമുക്ക് ഡിൻഡുകളിലൊക്കെ കാണുന്ന പോലെ ഇവിടെ കാണാം. നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിക്കണം, എന്താ ഇവിടെയൊക്കെ ജർമ്മനിയിൽ ആൾക്കാർ കുറവാണേലും ഈ കർഷകരെല്ലാം എക്യുപ്മെന്റ് ഉപയോഗിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഇതിപ്പോ ഒരു അമ്മൂമ്മയാണെന്ന് തോന്നുന്നു ഓടിക്കുന്നത്. നമുക്ക് ഇത് വന്നിട്ട് ഒരിക്കൽ ഉഴാനോ കിളയ്ക്കാനോ എന്തെങ്കിലുമുള്ള സംഭവം ഇത് അവർ തന്നെ ആയിരിക്കും 5-6 ഏക്കർ ചെയ്യുന്നത്. അവർ തന്നെ ആയിരിക്കും ആ ലാൻഡിന്റെ ഓണർ. നമ്മള് ഈ ഒരു അമ്മച്ചി എവിടാ? ഭയങ്കര വയസ്സായ ഒരു അമ്മച്ചി. ദൈവമേ, മൊത്തം മോഹമെല്ലാം തൂങ്ങി ആകെപ്പാടെ ഒരു 10-85 വയസ്സുള്ള ഒരു അമ്മച്ചി ആ വണ്ടി ഓടിച്ചത്. വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കൊച്ചു പിള്ളേരുടെ അസുഖമല്ലേ, ഭയങ്കരം കുശുമ്പും കുന്നായ്മയും അതുപോലെ തന്നെ കുസൃതിയായിരിക്കും. അങ്ങനെ നിന്നെ ഇച്ചിരി കൂടെ പണി തരാം. അപ്പൊ അമ്മൂമ്മ വളരെ പതുക്കെ 20 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ഞങ്ങൾ പുറകിൽ ഒരു 25 വണ്ടി ക്യൂവിൽ നിൽക്കുക. 100 കിലോമീറ്റർ സ്പീഡായി ഈ റോഡിന്റെ ആ ഒരു സ്പീഡ് ലിമിറ്റ്. പക്ഷെ അമ്മച്ചി ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. ഓക്കെ, നീയൊക്കെ പുറകിൽ നിൽക്കടാ, പതുക്കെ പോയാൽ മതി. ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല. ജർമ്മനിയുടെ റൂൾ അനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് പോയിട്ട് റോഡ് എംറ്റി ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നിയമം. നമ്മുടെ നാട്ടിലെ മാതിരി ചാടി കയറിയൊന്നും ഇവിടെ ആരും ഓവർടേക്ക് ചെയ്ത് പോകത്തില്ല. അങ്ങനെ വളരെ ജെന്റിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഈ വഴി നമ്മൾ വന്നിട്ടില്ല. നമ്മളിപ്പോ കടന്നു പോകുന്ന സ്ഥലം ബ്ലിറ്റ്സൺ റോയിറ്റ് എന്ന സ്ഥലത്തോടെ. ഇതൊക്കെ ജർമ്മൻ ഗ്രാമങ്ങളാണ് മോസ്റ്റ്ലി എല്ലാം.
ജർമ്മനിയിലെ ഓരോ ഗ്രാമങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പം ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത്. ഇവിടെ എല്ലാം വലിയ വലിയ ഫാക്ടറികളൊക്കെ ഉണ്ട്. യൂറോപ്പിലെ ഓരോ ഗ്രാമങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോഴും അവിടെ എല്ലാം ഈ ഗ്രാമങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടേണ്ട ജോലി സാധ്യതകളുള്ള ഫാക്ടറികൾ, അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികൾ, അങ്ങനെ IT ഹബ്ബുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം. ഇപ്പം തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഏരിയയിലാണ് ലോക പ്രശസ്തമായ ഒരു പെൻസിലുണ്ടല്ലോ, ഷെട്ട്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, മെയ്ഡ് ഇൻ ജർമ്മനി. അതിൻ്റെ റബ്ബറൊക്കെ കിട്ടും, ഷെട്ട്ലർ. അതിൻ്റെ ഫാക്ടറി കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഏരിയയിലുള്ള ഒരു 500-1000 പേർക്ക് ഈ ഗ്രാമത്തിൽ ജോലി ഓൾറെഡി ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരിക്കും. അതിനോട് അനുബന്ധിച്ച് വേറെ 1-2 ഫാക്ടറികൾ കണ്ടു. അപ്പം ഒത്തിരി അതുപോലത്തെ ഒരു സെറ്റപ്പിലായിരിക്കും മിക്കവാറും എല്ലാ ഗ്രാമങ്ങളും. നമുക്ക് കാണുമ്പം വളരെ ഒരു കുഗ്രാമം പോലെ തോന്നും, പക്ഷേ ഇതിനകത്ത് എല്ലാ സെറ്റപ്പോടും കൂടി, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ടൗണും ഒക്കെ ആയിരിക്കും എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഉള്ളത്. ഇതാ ഒരു ക്യാമറ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ ഇരിക്കുന്ന ഒരു ക്യാമറ ഇരിക്കുന്നുണ്ടോ. ഒരുപാട് നേരം ഡ്രൈവ് ചെയ്തിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു ടണൽ ഇപ്പോൾ കിട്ടി. ടണലൊക്കെ എത്ര ക്ലീൻ ആണെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടിലുണ്ട് ടണൽ, അത് വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ ഇവരെങ്ങനെയാണ് ഈ ടണലിനെ വെച്ചിരിക്കുന്നത് നോക്കാം. അത്യാവശ്യം വലിയ ടണലാണ് അല്ലേ? നോക്കാം എത്ര 1 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണ്. പെർഫെക്റ്റ്. അതിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കി, സൈഡിലത്തെ ഭിത്തിയുടെ അതിന്റെയൊക്കെ ഫിനിഷിംഗ്. 50 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ പോകേണ്ടത്. മിക്കവാറും നമ്മൾ ആ ടണൽ അങ്ങോട്ട് കഴിയുമ്പോൾ കാണാൻ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളായിരിക്കും എല്ലാ പ്രാവശ്യവും. ഇത് അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും. നമ്മൾ ആ ടണൽ കഴിഞ്ഞു, ഇപ്പോൾ കാണുന്ന അത്ര മനോഹരം. നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ട് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റിയുണ്ട്. മ്യൂണിക്കൊക്കെ പോലെ തന്നെ സ്റ്റുട്ട്ഗാർട്ട് ഒരു വലിയ സിറ്റിയാണ്. ആ സിറ്റിയിലോട്ട് നമുക്ക് പോകാം ഈ ഒരു റൂട്ടിൽ പോയാൽ. രാവിലെ മുതൽ ഡ്രൈവിങ്ങിലാണ്. ഇങ്ങനെ പല ഗ്രാമങ്ങൾ കണ്ടു പോകുന്നു. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് പൂന്തോട്ടങ്ങളും പൂങ്കാവനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ കണ്ടാണ് വില്ലിങ്ങൻ ഷില്ലിങ്ങൻ. നീ മുമ്പേ പറഞ്ഞല്ലേ, എന്താ പറയാ, ഈ ഫാക്ടറികൾ മൊത്തം, അതായത് സോളാർ ഫിറ്റ് ചെയ്യുന്ന കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഇത്രയായിട്ട് അതൊന്നും എത്തിയിട്ടില്ലെന്നുള്ള. ഇവിടെ അവര് വളരെ കറക്റ്റായിട്ട് അതിനെ വിനിയോഗിച്ച് ആ ഒരു എനർജി എടുത്താണ് അവര് ഇവിടുത്തെ ഫാക്ടറികളെല്ലാം റൺ ചെയ്യുന്നത് സോളാർ എനർജിയിൽ. ഇപ്പോൾ ഒരു സ്ഥലത്തൂടെ കടന്നു വരുമ്പോൾ അവിടെ ഒരു 4-5 ഫാക്ടറി ഉണ്ട്. എല്ലാം മൊത്തത്തിൽ ആ ബിൽഡിംഗ് ഫുൾ സോളാർ. ഇപ്പം നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ എങ്ങനെയാണ് സോളാർ എനർജി പ്രവർത്തിക്കുന്നത്, എക്സാക്ട്ലി അതുപോലെയാണ് ഇവിടുത്തെ മിക്കവാറും ഫാക്ടറികളെല്ലാം പ്രവർത്തിക്കുന്നത്. അത് ശരിയാ, പക്ഷെ അവിടെ നിക്കണം. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ ഒക്കെ സോളാർ ചാർജിംഗ് സ്റ്റേഷൻ ഒക്കെ അടിപൊളിയാ. നമ്മൾ സംസാരിച്ചുകൊണ്ട് പോയത് ആ സോളാറിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാല് സോളാറാണ് ഇവിടുത്തെ മൊത്തം ഫാക്ടറികൾ മൊത്തം സോളാറാണ്. എനർജി സംബന്ധമായ എന്താ സംഭവം. ഒരു ഫാക്ടറി, ഇവിടെ ഒക്കെ ഫാക്ടറികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു വില്ലേജ് ടൈപ്പ് ഓഫ് ടൗൺ ആണ്, മുഴുവൻ ഫാക്ടറികളാണ്. യൂറോപ്പിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട് ഇവരിൽ നിന്നും. നമ്മൾ നേരിട്ട് വന്ന് കാണുന്ന ആ ഒരു ഭംഗി ഒരുപക്ഷെ നമുക്ക് വീഡിയോ കൂടെ അത്രയും ആസ്വദിക്കാൻ പറ്റണമെന്നില്ല, എന്നാലും അപാര ഭംഗിയാണ്. ചെറിയൊരു അരുവി പോകുന്നുണ്ടോ, ക്ലീൻ. ഓ, നല്ല രസമുണ്ട് കാണാന്. സൂപ്പർ അല്ലേ. സ്ട്രോബെറി €3.19 അര കിലോയ്ക്ക് അല്ലേ. ഫ്രഷ് സാധനമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു. നമ്മൾ മേടിച്ചത് €3.90 €4. അര കിലോ ആയതെന്ന് തോന്നുന്നു. അര കിലോ ഉണ്ടായതോ? ആണോ? €1 വ്യത്യാസം. ശരിക്കും ഞാൻ അതാ ഇങ്ങനെ നോക്കുന്ന, ട്രെയിൻ വരുമോ ഇല്ലയെന്ന്. കണ്ട റെയിൽപാളം കാണാം അവിടെ. ഇപ്പൊ ഒരു ട്രെയിൻ പോവാണെങ്കിൽ ഭയങ്കര ഭംഗിയായത് കാണാൻ. ഞാനതിങ്ങനെ ക്യാമറയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, പക്ഷെ ട്രെയിൻ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു ലോക്കൽ ട്രെയിൻ പോകുന്ന ഒരു റൂട്ടുണ്ട് ഇവിടെ.
റെയിൽവേ സ്റ്റേഷന്റെ ആ ഇത് കാണാം. അതെടുക്കാൻ ക്യാമറ ഇവിടെ ഉണ്ട്. ക്യാമറ 30 മോനെ, നീ 30 അല്ലേ പോകുന്നത്? 50 ഇവിടെ 10 to 6. ആ 10 to 6, രാത്രി 10 തൊട്ട് വെളുപ്പിന് 6 വരെ അല്ലേ? അത് രാത്രി 10 തൊട്ട് രാവിലെ 6 വരെ ഇതുവഴി പോകുമ്പോൾ 30 പോകണം. കാരണം ഇവിടെ കിടന്നുറങ്ങുന്നവർക്ക് ശല്യം ചെയ്യാതിരിക്കാനാണത്. ആ 10 തൊട്ട് 6 വരെ 30. അത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡിൽ പോവാം. ഇതുണ്ട് മെയിൻ റോഡിൽ കൂടെ ഒരു സൈക്കിൾ ചവിട്ടി പോവാണ്. ഇവര് സ്ലോ ആയിട്ട് അതിന്റെ പുറകെ പോവാണ്. ഹോൺ അടിക്കുന്നില്ല, ഒന്നുമില്ല. അവൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കിനിയും പോവാം. നമ്മളും അതിന്റെ പുറകിലുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലായെന്നെങ്കിലും ഉണ്ടല്ലോ, അവനെ ഇടിച്ചവനെ ഉണ്ടല്ലോ ബോണറ്റ് കയറ്റിയിട്ട് നമ്മൾ വണ്ടി എടുത്തു പോകും. അതാണ് ഇവിടെ അവിടെ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ ഗൈസ്? ഇറങ്ങി തിരിഞ്ഞ് ഏതോ ഇതേ കണ്ടോ? ഞാൻ ഇതാ പറഞ്ഞത്, ഡൊണോഷിങ്കൻ കണ്ടോ? ഡൊണോഷിങ്കൻ. നമ്മളൊരു ചെറിയ മിനി ടൗണിൽ വന്നു. നൈസ് ടൗൺ, ചിന്ന ടൗൺ. റിങ്കൻ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് അടുത്ത പ്ലേസിലോട്ടാണ്. ഇതാ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഡൊണോഷിങ്കനോ അങ്ങനെ എന്താ പറയുക? ഡൊണോഷിങ്കൻ അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പൊ ഈ വരാൻ പോകുന്നത്. നമ്മളവിടെ ഉണ്ട്. അർത്ഥം നമ്മൾ പഠിക്കത്തില്ല. ശരിയാണ്. ആ ഒരു സിഗ്നൽ കാണിച്ചതിനകത്ത് ഗീവ് വേ എന്നുള്ളിടത്ത് നമ്മളിപ്പം കയറി വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ റോഡിൽ കൂടെ പോകുന്ന ഈ യെല്ലോ ഇത് കാണിച്ചിരിക്കുന്ന അവർക്ക് പ്രയോറിറ്റി എന്നുള്ള ഈ റോഡുകാർക്ക്. അപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് കയറി വന്നാൽ വെയിറ്റ് ചെയ്യണം. വണ്ടികളൊന്നുമില്ല, മാത്രമേ മെയിൻ റോഡിലോട്ട് കയറാവുന്നതാണ്. നമ്മൾ ഇങ്ങോട്ടാണ് എത്തിയത്. ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു 70-75 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഫൈസിന്റെ താമസിക്കുന്ന സ്ഥലത്തെത്തി. ചക്കുവിന്റെ കൂടെ പഠിച്ച, ചക്കുവിന്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ഫയസാണ്. നമ്മളിപ്പോൾ അവന്റെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഫൈസിനെ അവിടുന്ന് പിക്ക് ചെയ്ത് ഇപ്പം ഫൈസ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇനിയും ഇവിടുന്ന് കറങ്ങി അടിച്ച് 1-2 പ്ലേസിലൂടെ പോയിട്ട് തിരികെ വയൻകാട്ടിലോട്ട് പോകും. വരേണ്ട ഒരു നൈസ് ടൈം കൂടാണ് ഇത്. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഭൂപ്രകൃതി. നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും നമ്മൾ ക്യാമറയോ കണ്ണോ ഓടിച്ചാൽ അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടം പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. രാജ്യം മുഴുവൻ അങ്ങനെയാണ്. അത്ര ഭംഗിയാണ് കാണാൻ. അപ്പം നമ്മൾ അറിയാതെ നോക്കിപ്പോകും. അപ്പം വണ്ടി ഓടിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. ഇവിടെ കണ്ടില്ല എത്ര മനോഹരമാണെന്ന്. നേരിട്ട് നമ്മുടെ കണ്ണുകളിൽ കൂടി കാണുമ്പോൾ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഭംഗിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ആ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് വണ്ടി ഓടിച്ച് ഗ്രാമങ്ങൾക്കുള്ളിലൂടെയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്. ചെറുതായിട്ട് നമ്മൾ നടന്ന് കയറി കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ ഏതാണ്ട് അതിനോട് അടുത്തെത്തി. അവിടെ അത്യാവശ്യം ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അവിടെ കൊണ്ട് നമ്മൾ വണ്ടി കൊണ്ടിട്ടതിന് ശേഷം നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് നടന്ന് പോവുകയാണ്. എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. പോയി കാണാം, ഒരുമിച്ച് തന്നെ പോയി കാണാം നമുക്ക് എന്താണ് അവിടെ ഉള്ളതെന്ന്. എന്തായാലും ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണെന്ന് അറിയാം. കാര്യം നമ്മൾ കയറി വന്ന ആ ഒരു റോഡിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കയറ്റം കയറിയൊക്കെയാണ് ഇങ്ങനെ കയറി വന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു വലിയ താഴ്വരയൊക്കെ ഇവിടെ കാണാം. ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ. മൊത്തം കാടുകളാണ് ചുറ്റിനും. ഏതാണ്ട് നമ്മൾ 1 കിലോമീറ്റർ ഏകദേശം നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പം നടന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത്. ഭയങ്കരമായ ഒരു താഴ്വര താഴെ കാണാം. നമ്മൾ വന്ന റൂട്ടൊക്കെ ആയിരിക്കും അത്. പിന്നെ മൊത്തം ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കാടാണ് മൊത്തം. അത് ആൾക്കാർ ട്രക്ക് ചെയ്ത് കയറി പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആണെന്നാണ് തോന്നുന്നത്. സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നൊക്കെ വേണം ഇവിടെ വരാം. ഇനിയും ട്രക്ക് ചെയ്യേണ്ടവർക്ക് മേലോട്ട് ഒത്തിരി ഭാഗങ്ങളുണ്ട് ട്രക്ക് ചെയ്ത് പോകാൻ. ഫ്രണ്ട് വ്യൂ ഇതാണ്. വലിയ കുന്നിന്റെ മേളിൽ ഇതുപോലൊരു കുരിശ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് തടി കൊണ്ടുള്ള ഒരു കുരിശാ. തടിയാണോ മെറ്റലാണോന്ന് അറിയില്ല. തടിയാന്ന് തോന്നുന്നു. തടിയാ. കണ്ട് ഇതാണ് സ്ഥലം ഗുജൈമാർ.
ഇവ രാത്രിയില് താഴേന്ന് ലൈറ്റ് ഇതിന്റെ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഭൂപ്രദേശത്തുള്ള മിക്കവാറും ആൾക്കാർക്ക് ഈ കുരിശ് കാണാൻ പറ്റും. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിക്കാം. അതേപോലൊക്കെ തന്നെ ഇവിടെ ഉണ്ട് വലിയ കുന്നുംപുറത്ത് കുരിശുകളൊക്കെ കണ്ടോ. എനിക്കൊന്ന് ജർമ്മനിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ആ ഒരു സ്റ്റൈലായിരിക്കും നാട്ടിലും എല്ലാ കുന്നുമുകളിലും കുരിശ് കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മൾ എവിടെ ആയിരുന്നു? ഇവിടെ നിന്ന് എങ്ങോട്ടാ വന്ന്? ഇപ്പൊ നിക്കുന്നത് ഇവിടെ നിക്കുന്നത് റോട്ട് വെയിൽ ഇവിടെയാണേലും ഇങ്ങോട്ട് പോകാൻ പറ്റും. റൂട്ട് മാപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഈ ഒരു ഹിൽ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. എന്ത് നിയമങ്ങളെയും പുല്ലുവിലക്ക് എടുക്കുന്നത് കൊണ്ട് അവരിത് ക്രോസ് ചെയ്യും. ആദ്യം ഇവർ ക്രോസ് ചെയ്യും. ഇതിന്റെ തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കൊക്കയാണ്, കണ്ടില്ലേ. പോയാ പോയി, ആളെ കിട്ടത്ത് പോലും ഇല്ല. കഴിഞ്ഞു. നോക്ക്, അപാര കുഴിയാണ്. ഇവിടെ വരെ വന്ന് നിൽക്കാൻ പാടുള്ളൂ. ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഭയങ്കരമായ ഒരു ആങ്സൈറ്റിയും ആ ഒരു സന്തോഷം കാരണം ആൾക്കാർ ഇതൊക്കെ ക്രോസ് ചെയ്ത മേളിലൊക്കെ പോകും. പക്ഷെ അതൊക്കെ ഭയങ്കര അപകടം വരുത്തി വെക്കും. അങ്ങനെ ഗൊഷൈം എന്ന് പറയുന്ന ആ ഒരു ഹിൽ ഏരിയ ഒക്കെ നമ്മൾ കറങ്ങി കണ്ടിങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, ഇതിനെ പറ്റിയുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ടിട്ട് പോയ സമയത്ത് ഞാൻ ഈ ബോർഡ് അത്ര ശ്രദ്ധിച്ചില്ല. തിരിച്ചു വരുമ്പോഴാണ് കാണുന്ന ഈ ബോർഡ്. ഇവിടെ അപ്പം അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ സൈക്ലിംഗ് ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേര് ഇതുവഴി കടന്നു പോകുന്ന കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അധികം വെയിലടിക്കാതെ, കാര്യം ഭയങ്കരമായ രീതിയിൽ നമുക്ക് ഈ സൺബേൺ ഉണ്ടാകാനുള്ള സാധ്യത ഈ ചൂടിനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. അതുണ്ട്, അത് പുല്ല് ചെത്തി കളയുന്നുണ്ടോ. എന്താ സ്പീഡിലാണ്, നിമിഷം കൊണ്ട് പുല്ല് ചെത്തി സൈഡാക്കുക. ചെത്തി വെട്ടി 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 പോവാ. ഓ, എന്തൊക്കെ ടൈപ്പ് ഓഫ് മെഷീനറീസ് ആണ് ഇവിടെ ഉള്ളത്. ഓ, എന്നൊരു വാരി എടുത്തോണ്ടാടാ പോന്നെ. ഒരു വാഗമൺ സ്റ്റൈലുള്ള ഒരു ഏരിയ, മൊട്ടക്കുന്നുകളൊക്കെ ആയിട്ട്, പൈൻ മരങ്ങളും മൊട്ടക്കുന്നുകളും. സ്ഥലം അടിപൊളി, വേറെ ലെവൽ. മാത്രം കണ്ടു വിട്ടു. നേരെ നോക്കുക ഈ ഇതിന്ന് കുറച്ചുകൂടെ രസമുള്ള വഴി. കേട്ടോ ഉണ്ടോ അങ്ങോട്ട്? ഏതാന്ന് നിങ്ങൾ പറയണേ. അമ്മക്ക് ഇഷ്ടമുള്ള ഏതാണ്? റൈറ്റ് കോട്ടെ കോട്ടെ കോട്ടെ. ഇവിടെയുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള ഈ ഡ്രൈവിങ് തന്നെ ഒരു ഭയങ്കരമായ സർപ്രൈസും രസമാണ് നമുക്ക്. എന്ന് വെച്ചാൽ എല്ലാം അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഭംഗിയാണ് എല്ലായിടത്തും. ഈ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്ന കുറ്റികൾ റിഫ്ലക്ടറാണ്. രാത്രി വരുമ്പോഴത്തേക്ക് ഇവിടെ കുറ്റാക്കൂറ്റിയിട്ടായിരിക്കും. അതുപോലെ ഇവിടെ വേറൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലൊന്നും ഒരു പെട്രോൾ പമ്പോ ഒരു ചെറിയ കടകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ കാണാനില്ല. ഏതെങ്കിലും ഒരു ചെറിയ മിനി ടൗൺ വരും, അപ്പം നമുക്ക് എന്തെങ്കിലും വാങ്ങാം. അതും ഇപ്പം ചില സമയങ്ങളിലൊന്നും തുറന്നു ഇരിക്കത്തില്ല. പ്രത്യേകിച്ച് അവധിയുള്ള ദിവസങ്ങളിൽ ഇതൊന്നും തുറന്നു ഇരിക്കത്തില്ല. ഇങ്ങനെ കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ച് പോയി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ കടകളൊക്കെ കിട്ടുക. ഇപ്പം നമ്മളൊരു കട നോക്കിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഓൺ ദ വേയിലൊരു നെറ്റോയിൽ കയറി, നെറ്റോ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൽ കയറി. ചക്കു കഴിക്കാൻ പറ്റിയ ഒന്നും ഇല്ലേടാ. എന്ത് കഴിക്കാൻ പറ്റിയൊന്നുമില്ലേ? നിന്റെ പേഴ്സ് വണ്ടിയിലായിരുന്നു. വണ്ടിയുടെ ചാവി അമ്മയുടെയിലായിരുന്നു. കഴിക്കാൻ പറ്റിയൊന്നുമില്ല. പഴം മേടിയില്ല. ഇവിടെ ബേക്കറി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വെള്ളം എടുക്കാൻ പോവാണോ?
വല്ല എടുത്തു പറഞ്ഞോ? ഇപ്പം നമ്മളെ ക്യാഷ് കൗണ്ടർ ചെന്നപ്പോഴത്തേക്കും ഈക്വാലിറ്റി കാണോ അത് എന്ത് വിഷയമാണെന്ന് മനസ്സിലായില്ല. ആ ഭാര്യ സെപ്പറേറ്റ് പേ ചെയ്യുന്നു. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ചില റൂംമേറ്റ്സ് ആയിരിക്കും. അങ്ങനെയുണ്ട്. പ്രോട്ടീൻ മിൽക്കോ? അങ്ങനെ നമ്മൾ നെറ്റോയിൽ നിന്ന് ബൈ ബൈ പറയുന്നു. ബൈ ബൈ. അങ്ങനെ നമ്മൾ നെറ്റോയിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഏതാണ്ട് അപ്രോക്സിമേറ്റ് ഒരു 60 കിലോമീറ്റർ കാണും നമുക്ക് റാവൻസ്ബർഗ് വൈൻ ഗാർഡനിലോട്ട് എത്തിപ്പെടാൻ. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും വലിയ പാടങ്ങളും കൃഷിയിടങ്ങളും നടുക്ക് ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് നല്ല ഭംഗിയുള്ള റോഡുകളുമായിട്ടാണ് മിക്കവാറും എല്ലാ യൂറോപ്യൻ സ്ഥലങ്ങളും. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇവിടെ ലെഫ്റ്റ് ചെയ്തപ്പോൾ കാണാൻ ഭയങ്കര വലിയൊരു എന്താ പറയുക, സോളാറിൻ്റെ ഒരു വലിയ ഒരു പാടം പോലെ പണിതിട്ടിരിക്കുന്നത്. മിക്കവാറും ആ ഗ്രാമത്തിലോട്ടുള്ള എല്ലാ ഇലക്ട്രിക് പവറും കൊടുക്കുന്നത് ചിലപ്പം ആ സോളാറിൽ നിന്നായിരിക്കും. ഈ വീടുകളാണേലും എന്നെ അതിശയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ അതിശയപ്പെടുന്ന കാലാവസ്ഥ മാക്സിമം ഒരു 3 മാസമേ ഉള്ളൂ ഇവിടെ ചൂട്, വെയിൽ ശരിക്കടിക്കുന്ന കാലാവസ്ഥ. ബാക്കി സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തണുപ്പാണ്, മഞ്ഞാണ്. പക്ഷെ എന്നിട്ടും രാജ്യം മുഴുവൻ സോളാർ കൊണ്ട് അവർ മൂടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ വൈദ്യുതിയുടെ ഉപയോഗം എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ നാട്ടിലാണേലും ഇപ്പം ഗൾഫിലാണേലും ഒക്കെ ഇഷ്ടംപോലെ സൺലൈറ്റ് കിട്ടുന്ന ഒരു കാലാവസ്ഥയാണ്. പക്ഷെ നമ്മളാരും ആ സോളാർ ഇതുപോലെ ഇവരുപയോഗിക്കുന്ന പോലെ വളരെ കറക്റ്റായിട്ട് എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം അവിടെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇത്രയും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വളരെ പ്രചാരത്തിൽ വന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മളിവിടെ എത്തി, ഇവിടെ ടൗണിലെത്തി റാവൻസ്ബർഗിൽ. ഇനി നമ്മുടെ പുതിയ അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്.